സംസാരിക്കുന്നു. ഞാൻ അജിഷേനോടെ സുഖം സുന്ദരമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ആരംഭിച്ചേക്കാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഓഫാണ്, ഫ്രൈഡേ ആണ് കേട്ടോ ഇവിടെ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫാണ്. അപ്പം ഞങ്ങൾ ഓർത്തു അന്ന് കുറേ ആയല്ലോ ഒരു കുറച്ച് ലോങ് ആയിട്ടുള്ള ജേർണിയൊക്കെ പോയിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ അപ്പുറം ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ആ സ്ഥലത്തിന്റെ പേരെന്താണെന്ന് അജീഷേട്ടൻ തന്നെ പറയും. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ എന്റെ വായി കൊള്ളാത്ത പേരാണ്. എന്താണ് അജീഷേട്ട പേര്? അതിന്റെ പേര് കരംഗഹാക്കി ഗോർജ് എന്ന് പറയും. കരംഗഹാക്കി ഗോർജ് എന്ന് പറയും. അവിടെയാണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാ? മെയിൻലി അതൊരു എന്താ പറയാ, ഹരിതാഭയും പച്ചപ്പ് എന്ന് പറയുമ്പോൾ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. എന്താ പറയാ, ചെറിയ അരുവികൾ ഒഴുകുന്നതും ഒരു പാലം, പിന്നെ വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ അങ്ങനെ കുറെ നടക്കാനുണ്ട്. അതായത് 4-5 വാക്ക് വേ ഉണ്ട്. വാക്ക് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാനായിട്ട് 4-5 സ്ഥലമുണ്ട്. യൂഷ്വലി ട്രക്കിങ്ങിനൊക്കെ ആയിട്ട് ആൾക്കാർ പോകണമാണ്. ഒരു ടൈം ഡിഫറൻസ് ആണ്. അതായത് 45 മിനിറ്റിൻ്റെ ഉണ്ട്, 1 മണിക്കൂറിൻ്റെ ഉണ്ട്, 2 മണിക്കൂറിൻ്റെ ഉണ്ട്. പിന്നെ സ്കൂട്ടർ അവിടെ റെന്റിന് എടുത്തിട്ട് സ്കൂട്ടറിൽ 2-3 മണിക്കൂർ കറങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഏരിയ ആണ്. അവിടെ മെയിൻ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പഴയ ഗോൾഡ് മൈനാണ് ന്യൂസിലാൻഡിലെ. വൺസ് അപ്പോൺ എ ടൈം എന്നായിരുന്നു 1890 1900 സംതിങ് ആ ഒരു റേഞ്ചിൽ ന്യൂസിലാൻഡിലെ 60% ഗോൾഡും മൈൻ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പം അത് ലോക്കായി. ഇപ്പം അവിടെ ഒന്നുമില്ല. അവിടെ ഇപ്പം എന്താ ഉള്ളത്, അതിൻ്റെ അടുത്ത് വൈലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ വിക്ടോറിയ ബാറ്ററി എന്ന് പറഞ്ഞത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗോൾഡ് മൈനിങ്ങിന് അതിൻ്റെ എന്താ പറയുക, ഓർ എന്ന് പറയുന്ന സാധനം. അതായത് അതിനെന്താ മലയാളത്തിൽ ഉരു എന്നാണ്, അങ്ങനെ അല്ല, അതായത് ഗോൾഡ് മൈനിങ്ങിന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാറ്ററി അവിടെ ഇപ്പോഴും ഉണ്ട്. വിക്ടോറിയ ബാറ്ററി എന്ന് പറഞ്ഞിട്ട് ഏതോ പഴയ കാലം. അപ്പൊ അത് കാണാൻ പോണല്ല, നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടൊക്കെ പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിട്ട് ഞങ്ങള് പോണതാണ്. ചുമ്മാ നടക്കാന്, അരുവിയൊക്കെ ഒഴുകുന്നത് കാണാന്, അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത്. ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ. ഇപ്പൊ നല്ല ഭംഗിയാണ്. പിന്നെ ആ പഴയ ഗോൾഡ് മൈനിന്റെ ടണലും അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ഇന്ന് കാണാൻ പോകാൻ സ്ഥലം സമയമുണ്ടോ, നമുക്ക് അത്ര നടക്കാനുള്ള ഹെൽപ്പ് ഉണ്ടോന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം അല്ലേ? അപ്പൊ നമ്മള് പോകുന്ന വഴിയാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന് നോക്കിക്കേ. നല്ല ഭംഗിയുള്ള റോഡുകള്, അതേപോലെ തന്നെ 2 സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നല്ല രസമല്ലേ, നല്ല നല്ല പ്രകൃതി ഭംഗി അല്ലേ? നല്ല പച്ചപ്പൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്, നീണ്ടു നിവർന്ന്. അങ്ങനെ ഭംഗിയല്ലേ. സൈഡിൽ കൂടെയൊക്കെ നമുക്ക് പശുവിനെയൊക്കെ കാണാൻ പറ്റും. ന്യൂസിലൻഡില് മെയിൻ വരുമാനങ്ങളിൽ ഒന്ന് പശുവാണ്. പക്ഷെ ഇതിനെക്കഴിഞ്ഞും കൂടുതൽ ഇവിടെ ഉള്ള സാധനമാണ് ഷീപ്പ്, ചെമ്മരിയാട്. ഇവിടുത്തെ എത്രയാ, ഇവിടുത്തെ മെയിൻ ഫാം എന്ന് പറയുന്നത് ചെമ്മരിയാടുകളാണ്. അങ്ങനെ പക്ഷേ അതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധനങ്ങൾക്കൊന്നും ഇവിടെ വലിയ വിലക്കുറവൊന്നുമില്ല കേട്ടോ. ഇല്ല, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പാലും അതുപോലെ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ കിട്ടും കേട്ടോ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണല്ലോ. മീൻസ് എന്താ പറയാ, നമുക്ക് പാലും മിൽക്ക് പ്രൊഡക്ട്സ് മാത്രമല്ല, ഇവിടെ വെജിറ്റബിൾസും ഇതെല്ലാം. ഇവിടെ ഇഷ്ടംപോലെ ഫാംസ് ഉണ്ട്. ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാര് ഇപ്പം അത്യാവശ്യം പ്രായമുള്ളവര് റിട്ടയർ ആയി കഴിയുമ്പോൾ മിക്കവാറും അവരുടെ മെയിൻ പരിപാടികളിലൊന്നും അതാണ്. അതായത് കൃഷി. അവർക്ക് എന്തായാലും റിട്ടയർ ആവുന്ന പ്രായമാവുമ്പം ഇവർ ഈ കിവി സേവറും അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ എടുത്ത് എങ്ങനെയാണെങ്കിലും ഒരു വീടും സ്ഥലവും ഒപ്പിക്കും. അത് മേടിച്ചു കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടികളാണ് ഇതുപോലെ ഒരു ഫാമോ ഇങ്ങനെ എന്തെങ്കിലും കൃഷി. പിന്നെ അത് നമുക്ക് വിൽക്കാനുള്ളൊരു സ്ഥലവും ഇവിടെ ഉണ്ട്. അതാണ് വേറൊരു വലിയൊരു കാര്യം. നമ്മളിപ്പോൾ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, നാട്ടിൽ എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു കച്ചവടക്കാരനാണ് നമ്മൾ വിൽക്കണത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇഷ്ടംപോലെ വീക്കിലി മാർക്കറ്റുകളുണ്ട്. നമുക്ക് നമ്മുടെ അവിടെയും വീക്കിലി മാർക്കറ്റുകൾ ഉണ്ടെങ്കിലും നമ്മളങ്ങനെ വീട്ടിലുണ്ടാക്കുന്നത് നമ്മൾ കൊണ്ടെങ്ങും വെക്കാറില്ല. അതായത് നമുക്ക് അതിനുള്ളൊരു ഇതില്ല, സൗകര്യമില്ല. ആരും തന്നെ അത്ര മടിയാണ് ആൾക്കാർക്ക്. സൗകര്യമില്ലെന്നല്ല, ഒരു നാണക്കേട് പോലാണ്. നമ്മുടെ വീട്ടിലുണ്ടാണ് നമ്മളവർക്ക് ഒരു എന്താ പറയുക, ഒരു 1 കിലോ പയറ് കാണും, അല്ലെങ്കിൽ ഒരു 2 കിലോ എന്തെങ്കിലും ഇത് കാണും.
അത് എങ്ങനെയാ കൊണ്ടുവച്ച് വിൽക്കണേന്ന് നമ്മൾ ഓർക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ വീക്കെൻഡ് മാർക്കറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാര് ചുമ്മാ കൊണ്ടുവെക്കും. ഫ്രഷ് സാധനം കണ്ടു കഴിഞ്ഞാൽ മേടിക്കാനും ആളുണ്ട്. അങ്ങനെ നാണക്കേടും ഇല്ല, ഒന്നുമില്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സാധനമാണല്ലോ. അതിന് നമ്മൾ വിൽക്കുന്നതിന് നമ്മൾ എവിടെ ചെന്നിരുന്ന് വിൽക്കുന്നതിന് നമ്മൾ എന്തിനാ നാണക്കേട് വിചാരിക്കുന്നത്? നമ്മൾ ഒരു തേർഡ് പാർട്ടീനെ യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റ് ടു കൺസ്യൂമർ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിൻ്റെതായ പൈസയും കിട്ടും. നമ്മൾ പിന്നെ ഒരു തേർഡ് പാർട്ടി കച്ചവടക്കാരനും അങ്ങനെയൊക്കെ പിടിക്കുമ്പോഴാണ് പിന്നെ ഇത് മാറുന്നത്. പിന്നെ അങ്ങനെ വിൽക്കാൻ പറ്റാത്തവരാണ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കും. ഇവിടെ ഒരു ബിസിനസിന്റെ ലൈസൻസ് അല്ലെ ഫുഡ് ലൈസൻസ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈസൻസ് എടുത്തിട്ട് അതിനെ ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ട് വിൽക്കും. കണ്ടോ, പശുക്കള് കണ്ടോ നിങ്ങൾ ഈ സൈഡില്. നമ്മള് എത്താറായിട്ടോ. ഇനിയിപ്പം ഒരു 10 മിനിറ്റും കൂടി ഉള്ളൂ. ചെന്ന കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പം സൈഡിലെ ആള് പശുക്കളെ ഇങ്ങനെ ഒരു ഇതില് അഴിച്ചു വിട്ടേക്ക്. അവരിരുന്ന് തിന്ന് മടുക്കുമ്പോൾ അവരവിടെ കിടന്നോളും. ചെറിയ കറണ്ടുള്ള കമ്പിയാട്ടോ ചുറ്റും കിട്ടിയേക്കുന്നത്. സൈഡിൽ കൂടെ നമുക്ക് ആ പശുത്തോട്ടത്തിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. സൈഡ് മൊത്തം ഇലക്ട്രിസിറ്റിയുടെ വയർ കെട്ടിയേക്കാണ്. ചെറുതായിട്ട് ഷോക്ക് അടിക്കും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പശുക്കള് പുറത്തോട്ട് ഇറങ്ങി വരില്ല. നമുക്ക് ഉള്ളിലും കയറിപ്പോയി പശുക്കളെ പിടിക്കാനും പറ്റില്ല. ഓക്കെ, അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മൾ എത്തും കേട്ടോ. അപ്പൊ ദാ ഞങ്ങള് കരങ്കക്കാർക്ക് ഘോർച്ചിൽ വന്നേക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ. ഭയങ്കര സൂര്യപ്രകാശാണേ. ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ഇതേ ഗോൾഡ് മൈനിങ്, സീനറി, എത്ര മണിക്കൂറുണ്ട്, അതേ വോക്കിങ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ദേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പയ്യെ നടക്കാൻ തുടങ്ങിയാലോ ജിഷിട്ടാ. ഓക്കെ, റൂട്ട് മാപ്പൊക്കെ ഇവിടെ എഴുതി ഇട്ടിട്ടുണ്ട്, വരച്ച് വെച്ചിട്ടുണ്ട് റൂട്ട് മാപ്പ്. ഇങ്ങ് നോക്കിക്കേ, കണ്ടോ വെള്ളം ഇങ്ങനെ ഒഴുകണ അരുവികൾ കണ്ടോ. ഇത് രസമല്ലേ. നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര അധികം സന്തോഷമാണ്. കണ്ടോ, ഇതാണ് കേട്ടോ ഇവിടുത്തെ സീനറി. നമ്മൾ കയറി പോവാൻ വേണ്ടി പോവാണ്. കണ്ടോ, നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ കയറി പോവാണ്. നല്ല തണുത്ത കാറ്റുണ്ട്, പക്ഷെ വെയിലും ഉണ്ട്, തണുത്ത കാറ്റുമുണ്ട്. എന്താണെന്ന് മനസ്സിലാവണില്ല. മുഖമൊക്കെ ഇങ്ങനെ തണുത്തിട്ട് വിറക്കിയാണ്. ചൂടത്ത് പൊള്ളലുമാണ്. കണ്ടോ, ഇതിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകാൻ വേണ്ടി പോണേ. അപ്പാപ്പനിങ്ങനെ നടന്നു വരണുണ്ട്. എന്താ വെള്ളം ഒഴുകണത് കണ്ടോ. ഇത് രസല്ലേ. കണ്ടു, പാലത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നല്ല രസമില്ലേ. ഓക്കെ, നമ്മളിതാ 20 മിനിറ്റിൻ്റെ 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങനെ ഡിഫറെൻറ്റ് എന്താ പറയുക സെക്ഷൻ ഉണ്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചെറിയത് നമ്മൾ ചൂസ് ചെയ്തു. 20 തൊട്ട് 1 മണിക്കൂർ വരെയുള്ള വോക്കിങ്ങിൻ്റെ ഡയറക്ഷനിലേക്ക് നമ്മൾ പോവുകയാണേ. എന്താ വെച്ചിട്ടാ ഇത് ഇപ്പം ഈ കാണുന്ന സാധനങ്ങളാണ് വിക്ടോറിയ ബാറ്ററി എന്ന് പറഞ്ഞ പണ്ട് സ്വർണ്ണ ഖനനത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ എന്താ പറയുക റിമെയിൻസ്. ഓ, ഇതാണോ ഈ കാണുന്ന സാധനങ്ങളൊക്കെ? ഓ ശരി.
അത് അമ്മ ഉണ്ടായിരുന്നതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് സ്വർണം കുഴിച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ദേ ഇങ്ങനെയുള്ള ദേ ഇങ്ങനെ കണ്ട ചതുരം പോലെ ഇരിക്കുന്ന സാധനങ്ങള്. അപ്പോൾ നമ്മള് സ്റ്റെപ്പ് കയറി നമ്മള് നടക്കാൻ പോവാണ്. കണ്ടോ എന്ത് രസമാണ് അല്ലേ? തൂക്കുപാലം കണ്ടോ, നമ്മള് തൂക്കുപാലത്തേക്കാണ് നമ്മൾ നടക്കാൻ പോവാണേ. ഫോട്ടോ എടുത്ത് കളിക്കാണ്. കണ്ടോ തൂക്കുപാലം അവര് ഇറങ്ങി വരുമ്പോഴത്തേക്കും കിടന്ന ആടണ കണ്ടോ, നല്ല രസമില്ലേ? ഓക്കെ മതി. ഈ തണുപ്പത്തേക്കൂടെ കുറെ ദൂരമൊന്നും നടക്കാൻ പറ്റില്ല. ഓക്കെ നമ്മളെ കണ്ട സാധനങ്ങൾ ബാക്കി ഓക്കെ നമുക്ക് ഇതുവഴി നമുക്ക് പോവാവേ. അങ്ങോട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് കാര്യങ്ങൾ. 1.5 മണിക്കൂർ അവിടെ പമ്പ് ഹൗസ് കാണാം. നമ്മൾ ഇതുവഴി നടന്ന് പോവാണ്. നല്ല രസമുണ്ടല്ലോ അത്. ഒരു യെല്ലോ കളർ ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീക്കിൻ്റെ കൂടെ. കണ്ടോ ഇങ്ങനെ നടന്ന് നമുക്ക് പോവാന് കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമുക്കപ്പോൾ നടന്ന് പോവാം. അയ്യോ കണ്ടോ നമ്മൾ നാട്ടിലൊക്കെ പറമ്പിക്കൂടെയൊക്കെയുള്ള നടപ്പ് പോലെയാണ് നമ്മൾ ഇതിൽ കൂടെ നടക്കുന്നത് കേട്ടോ. അയ്യോ ഓക്കെ കല്ലും മണ്ണും ഒക്കെ താണ്ടി ഞങ്ങൾ നടന്ന് നീങ്ങാണ് കേട്ടോ. കണ്ടോ ഞങ്ങൾ ഇനിയൊരു ഫോട്ടോ എടുക്കട്ടെ കേട്ടാ. നടന്ന് നീണ്ടി കഴിഞ്ഞപ്പോൾ കണ്ടോ രസം നോക്കി. അതാണ് കേട്ടോ മെയിൻ റോഡ്. വെയിൽ കാരണം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു വണ്ടി അതിലേ കൂടെ വരും. കണ്ടോ മെയിൻ റോഡ്. ആ റോട്ടിൽ കൂടെ, റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ ഈ വെള്ളം പോണത്. കണ്ടോ അരുവി. നമുക്കിതാ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് വണ്ടിയിൽ. നമ്മളിതാ ഇതിലേക്കൂടെ അങ്ങ് നടന്ന് പോവാനേ. കണ്ടോ ഇത് ഭംഗിയല്ലേ വെള്ളം ഒഴുകുന്ന കാണാൻ. രസമുള്ള വഴി. വെള്ളച്ചാട്ടത്തിന് സൈഡിൽ കൂടെ ഞങ്ങളത് ഈ നടന്ന് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് നടക്കാനൊക്കെ. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ചെറിയ തണുപ്പുണ്ട്. ചെറിയ തണുപ്പല്ല, നല്ല അധികം തണുപ്പുണ്ട്. അങ്ങനെ പക്ഷെ നല്ലൊരു സുഖം, നല്ല രസം. റോക്ക് ഫോൾ റിസ്ക് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയയാണ് കേട്ടോ. കാരണം ഇത് പാറ കഷ്ണങ്ങളാണല്ലോ മൊത്തം. മണ്ടയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ വേണ്ടാലോ പോണെങ്കിൽ പോവാം. എനിക്ക് കുഴപ്പമില്ല. നീ പോവാ. ഇത് പൊങ്ങിയത് കാണാന്, ഇവിടുന്ന് മണ്ട കാണാന് രസ. ഉണ്ടോ നല്ല ഭംഗിയില്ലേ? അപ്പോൾ അതാ ഞങ്ങൾ നടന്ന് തിരിച്ച് സെയിം ലൊക്കേഷനിലെത്തി. നമ്മൾ കാറിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. ഫുൾ നടന്നില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളും ഒക്കെയാണ്. സെയിം തന്നെയാണ്. എന്താ വെള്ളച്ചാട്ടം സൈഡിൽ കൂടെ എന്താ പറയുക അരുവിയും പാറയും പിന്നെ പാലവും ആയിട്ടാണ്. നമ്മൾ പകുതി വരെ നടന്നു.
റിട്ടേൺ തിരിച്ചു പോവാണ്. നമ്മള് എന്താ പറയാ, ഒരു സംഗതി ഇതിന്റെ പർപ്പസ് പറയുമ്പോൾ സംഗതി ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷെ ഇതിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ യാതൊരു പണിയില്ല, ഇല്ലെങ്കിൽ വർക്കിന്റെ സ്ട്രെസ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ യാതൊന്നും ചിന്തിക്കാണ്ട് വേറെ ഒന്നും മനസ്സിലില്ലാണ്ട് ഒരൊറ്റ നടത്താൻ കിടക്കുക. ഒരു 2-3 മണിക്കൂർ ചുമ്മാ ഒരൊറ്റ നടത്താൻ കിടന്ന് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും ഒരു കിട്ടുന്നൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പോണത്. അത് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് മടുത്തു, പക്ഷേ എന്താ ഒരു ഹാപ്പിനെസ് തോന്നി ഞങ്ങൾക്ക്. അത്രയൊക്കെ തന്നെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാവേ. അതുവരെ എല്ലാവരും എപ്പോഴും പറയണ പോലെ ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ചു കൊടുക്കുക, തകർത്തുവരെ പൊളിച്ചിറക്കുക. ബൈ ഫ്രം അജീഷ്, ബൈ ഫ്രം ഷീനു, ബൈ.